കേരളത്തിൽ മറ്റെങ്ങുമില്ലാത്തത്ര അലങ്കാരം, അതും നാട്ടുകാരായ ജനങ്ങൾ ഒരുമിച്ച് കൂടി ക്രിസ്മസിനെ ഉണ്ടാക്കിയ ഒരു അത്ഭുതമാണ് നിങ്ങളുടെ മുന്നിൽ ഇന്ന് ഞാൻ കൊണ്ടുവരുന്നത്. അപ്പം വീഡിയോയിലേക്ക് പോകാം. കോട്ടയം ജില്ലയിലെ സൗത്ത് പാമ്പാടിയിലെ കുറ്റിക്കലെ മോസ്കോ എന്ന് പറഞ്ഞ ചെറിയ ഗ്രാമത്തിലാണ് ഈ ദൃശ്യവിസ്മയം ഒരുക്കിയിരിക്കുന്നത്. ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരും യുവജനങ്ങളുമാണ് ഇതിൻ്റെ പിന്നിൽ. ജാതിയും മതവും എല്ലാം മറന്ന് മനുഷ്യർ ഒരുമിക്കുന്ന ഒരു ഉത്സവമാണല്ലോ ക്രിസ്മസ്. അതിൻ്റെ തനിമ 100% കാത്തുകൊണ്ടാണ് അവർ ഈ ഒരു വിസ്മയം നമ്മൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. മറ്റുള്ള സ്ഥലങ്ങളിൽ ക്രിസ്മസ് ഒരു കച്ചവടമാക്കി മാറ്റുമ്പോൾ ഇതെല്ലാം തികച്ചും സൗജന്യമായിട്ടാണ് എല്ലാവർക്കും വേണ്ടി ഇവർ ഒരുക്കിയിരിക്കുന്നത്. പലതവണയായി ഈ പരിപാടി ഉണ്ടെങ്കിലും ഇത്തവണ അതിഗംഭീരവും വളരെയധികം ജനപ്രീതി ലഭിച്ചതുമായിരുന്നു. ഇതാണ് ഒന്നാമത്തെ സ്പോട്ട്. ഇവിടെയാണ് പുൽക്കൂടും ക്രിസ്മസ് പാപ്പാമാരെയും അതിമനോഹരമായി ഒരുക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ കുറ്റിക്കല തോട്ടിലാണ് ഈ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നത്. നിങ്ങളുടെ സഹകരണം വീണ്ടും ഞങ്ങൾ ചോദിക്കുകയാണ്. ഈ പുൽക്കൂടിന്റെ സൈഡിൽ നിൽക്കുന്നവരുടെ ഇത് ഒരു വ്യക്തി ഉണ്ടാക്കിയതല്ല, പല വ്യക്തികളുടെ സംഭാവനയാണ്. പുൽക്കൂട് ഒരു വ്യക്തി, ഈ പാലം ഒരു വ്യക്തി, പാപ്പാമാരൊരു വ്യക്തി, ഈ തോട്ടിൽ കാണുന്ന ചെറിയ അരയന്നങ്ങൾ ഒരു വ്യക്തി, അങ്ങനെ പലരുടെയും സംയുക്തമായ കലയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഈ കാര്യത്തിൽ കുറ്റിക്കയിലെ നാട്ടുകാരെ നമുക്ക് അഭിനന്ദിച്ചേ മതിയാകും. നമ്മൾക്കറിയാം, ഈ ക്രിസ്മസിൽ പലവിധ പ്രശ്നങ്ങളുണ്ടായിട്ടും അതൊന്നും വകവയ്ക്കാതെ ആ പഴയ ക്രിസ്മസിൻ്റെ ഓർമ്മ, നല്ല എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ആ നന്മയുടെ, ആ സാഹോദര്യത്തിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് ഈ നാട്ടുകാരുടെ എഫേർട്സ്. പൊങ്ങി കിടക്കുന്നുണ്ടോ? ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ സക്സസ് എന്ന് പറഞ്ഞാൽ നാട്ടുകാരാണ്. കാരണം ഇവരുടെ പ്രോഗ്രാമിൻ്റെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനപ്രവാഹമാണ്. നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും, ഒത്തിരി ആൾക്കാർ, അത് കോട്ടയം ജില്ലയിൽ നിന്ന് മാത്രമല്ല, തൊട്ടടുത്ത ആലപ്പുഴയിൽ നിന്നും കൊല്ലത്ത് നിന്നും പത്തനംതിട്ടയിൽ നിന്നും ഇടുക്കിയിൽ നിന്നും കൊച്ചിയിൽ നിന്നും വരെ ആൾക്കാർ ഇവിടെ എത്തുന്നുണ്ട്. വളരെയധികം ജനത്തിരക്കാണ് കാണാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല, ക്രിസ്മസിൻ്റെ അന്ന് ബേസിൽ ജോസഫും ഇവിടെ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ചും കൂടെ ഒരു പബ്ലിസിറ്റി കിട്ടി. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് ₹1 പോലും ആറിൽ നിന്നും ആരും മേടിക്കുന്നില്ല. എന്നിട്ടാണ് ഇത്ര മനോഹരമായിട്ടുള്ള സെറ്റപ്പ് ഇവിടെ ഇട്ടിരിക്കുന്നത്. നമുക്കറിയാം ഇന്നത്തെ കറണ്ട് ബില്ലിൻ്റെ ഒക്കെ ചിലവിന് ഇതൊക്കെ ചെയ്യുമ്പോൾ നാട്ടുകാർക്ക് എന്തുമാത്രം എക്സ്പെൻസ് വരുന്നുണ്ടെന്ന്. പക്ഷേ ഇതെല്ലാം അവർ എക്സ്പെൻസ് ഒന്നും നോക്കാതെ നമുക്ക് നാട്ടുകാർക്ക് നല്ലൊരു ക്രിസ്മസ് ഓർമ്മ നൽകുക എന്നൊരു ഉദ്ദേശത്തോടുകൂടിയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ നേട്ടം ഉണ്ടായത് നമ്മുടെ പ്രായമായ ആൾക്കാർക്കാണ്. ഇതുപോലത്തെ ഒരു വലിയ ഗ്രാൻഡ് ഫെസ്റ്റിവൽ കാണണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ കോട്ടയത്ത് പോകണം, അല്ലെങ്കിൽ എറണാകുളത്ത് പോകണം, അല്ലെങ്കിൽ അതുപോലത്തെ വലിയ വലിയ സിറ്റീസിൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ ആ ഒരു കാര്യം കണക്കിലെടുത്ത് അവർ നാട്ടുകാർക്ക് വേണ്ടി കാണാൻ വേണ്ടി ഇത്രയും വലിയ സെറ്റപ്പ് ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്ക് ഇവിടെ ഈസി ആയിട്ട് വരാം. ഇവിടെ കയറ്റമൊന്നുമില്ല. നമുക്ക് നടന്ന് നമുക്ക് സമയമെടുത്ത് കണ്ട് നമുക്ക് ആസ്വദിച്ച് ഇരിക്കുവാനും പിന്നെ ചായ കുടിക്കണം, അങ്ങനെ ചായ സ്പോട്ടും എല്ലാം ഉണ്ട്. അതിലുപരി
ഞാൻ വ്ലോഗ് എടുക്കാൻ മാത്രമല്ല വന്നത്, എൻ്റെ ഫാമിലിയിലെ എല്ലാവരും വന്നായിരുന്നു. അച്ഛനും അമ്മയും വല്യപ്പനും വല്യമ്മയും അങ്ങനെ എല്ലാവരുമായിട്ടാണ് ഞങ്ങൾ ഈ പരിപാടി കാണാൻ വന്നത്. വളരെ മനസ്സിന് നല്ലൊരു സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. എനിക്ക് ഏറ്റവും ഹൈലൈറ്റായിട്ട് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഗ്രാൻഡ് പേരൻസ് പറഞ്ഞു അവർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാര്യം ഇതുപോലത്തെ കാഴ്ചകളൊക്കെ അവർ ഇതിനു മുൻപേ കണ്ടിട്ടില്ല. കൊറോണയ്ക്ക് ശേഷമാണ് ഇങ്ങനെ സംഭവങ്ങളൊക്കെ വരുന്നത്. എന്നാൽ പോലും ഇതൊരു ആദ്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണെന്നാണ് അവരെല്ലാം പറഞ്ഞത്. അമ്മേ അവളോട് ശരണിയോട് പിന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വരുന്ന സമയത്താണ് നമ്മുടെ പല ബന്ധുക്കളെയും കാണാൻ പറ്റി. അവരുടെ വീട്ടിലൊന്നും പോകേണ്ട ആവശ്യം വന്നില്ല. കാരണം നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ കോട്ടയം ജില്ലയിലെ പല ഭാഗത്തുള്ള ബന്ധുക്കളും ഈ ക്രിസ്മസിന് അന്ന് എല്ലാവരും അവിടെ വന്നിരുന്നു. ഇപ്പോൾ ഒത്തിരി വർഷങ്ങളായിട്ട് 5-6 വർഷങ്ങളായിട്ട് കാണാത്ത ബന്ധുക്കളെയൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. പിന്നെ നമ്മുടെ ഒത്തിരി സുഹൃത്തുക്കൾ, ഞാൻ കുറ്റിക്ക് സ്കൂളിൽ പഠിച്ചതൊക്കെ ഇവിടെയായിരുന്നു. അപ്പം ഈ ഏരിയയിൽ എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം പല കൂട്ടുകാരന്മാരെയും കൂട്ടുകാരിമാരെയും എല്ലാ ടീച്ചർമാരെയൊക്കെ കാണാൻ സാധിച്ചു. അത് നല്ലൊരു മെമ്മറബിളായിട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ ഒത്തിരി നന്ദിയുണ്ട് ഇതിൻ്റെ സംഘടന സമിതിക്ക്. ക്രിസ്മസിനന്ന് ഇവിടെ ഉണ്ടായ തിരക്ക് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത തിരക്കായിരുന്നു. കാരണം ആൾക്കാർ ക്യൂ നിന്നാണ് ഈ എല്ലാം കണ്ടുപോയത്. അതുപോലെ തിരക്കായിരുന്നു. വാഹന ഗതാഗതം തന്നെ നല്ല രീതിക്ക് തടസ്സപ്പെട്ടു. കാര്യം അതുപോലെ തിരക്കായിരുന്നു. പിന്നെ ഇവിടുത്തെ യുവജനങ്ങൾ, അവരെ നമുക്ക് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാതിരിക്കാൻ വയ്യ. കാര്യം അവർ ചെയ്യുന്ന എഫേർട്ടുകൾ നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവും. ഇത്ര വണ്ടികൾ ഇങ്ങനെ പാസ് ചെയ്തൊരു നല്ലൊരു റോഡാണ്, മെയിൻ റോഡാണ്. അപ്പോൾ ഇതൊരു വണ്ടികൾ ഒത്തിരി പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വണ്ടികളൊന്നും ഒരു വണ്ടിക്ക് പോലും തടസ്സം വരുത്താതെ എല്ലാവരും കടത്തി വിട്ട് ആർക്കും ഒരു അപകടം വരുത്താതെ എല്ലാം ഇവർ നോക്കുന്ന എഫേർട്ടുണ്ട്. അതൊരിക്കലും നമുക്ക് മറക്കാൻ പറ്റത്തില്ല. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ വിചാരിക്കും ഗൈസ്. പിന്നെ നിങ്ങളിവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ഇവിടെ നല്ല റഷുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇവിടെ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കരുത്. കാരണം നല്ല ബ്ലോക്ക് കൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഘടനകൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒന്നെങ്കിൽ ജൂനിയർ ബസ് സ്കൂളിൻ്റെ പാർക്കിങ്ങിൽ വണ്ടി ഇടുക, അല്ലെങ്കിൽ കുറ്റിക്കൽ ആ ഇറക്കം ഇറങ്ങി വരുന്ന സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലമുണ്ട്, അവിടെയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് നടന്നു വരിക. വലിയ ദൂരമൊന്നുമില്ല, കുറ്റിക്കൽ നമുക്ക് നടന്നു വരാനുള്ള ദൂരമുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷേ നിങ്ങളെല്ലാവരും സഹകരിക്കുക. കാരണം അത്യാവശ്യമൊക്കെ ആൾക്കാർ പോകുന്നതുകൊണ്ട് എല്ലാവരും കൂടെ വണ്ടി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഭയങ്കര റഷാണ്, നല്ല റഷാണ്. ആൾക്കാർ തിരക്കുണ്ട് ഇവിടെ. ഇപ്പം സമയം 8:30 ആയിട്ടുണ്ട്. ഈ സമയത്തൊക്കെ നല്ല തിരക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണം മാക്സിമം നേരത്തെ അല്ലെങ്കിൽ നല്ല ലേറ്റായിട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് കാണാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണുന്നതിനൊക്കെ നല്ല ടൈം എടുക്കും. കാര്യം ആൾക്കാർ അതുപോലെ വന്നുകൊണ്ടിരിക്കും. കണ്ടാൽ സാധിച്ചാൽ മനസ്സിലാവും ഫ്രണ്ട്സ്. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ കാണുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ഇനിയും ലൈക്ക് ചെയ്യുന്നുണ്ട്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. നമ്മുടെ നാട്ടിലെ പരിപാടി ആകുമ്പോൾ നമുക്ക് നല്ല കോൺഫിഡൻസ് ആയിട്ട് നിങ്ങളോടൊക്കെ പറയാൻ പറ്റുന്നത്. അപ്പോൾ ദിസ് ഈസ് മീ അഖിൽ സൈനിങ് ഓഫ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. 3 ദിവസമായിരുന്നു ഈ പരിപാടി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 26-ാം തീയതി തന്നെ ഇതെല്ലാം പരിപാടി കഴിഞ്ഞിരുന്നു. അപ്പം ഇത് കാണുമ്പം ഈ പരിപാടി കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പം നിങ്ങളാരും വിഷമിക്കേണ്ട. അടുത്ത വർഷവും ഇതിലും മനോഹരമായിട്ട് ഈ പരിപാടി ഒരുക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇതിലും വലിയൊരു പരിപാടിയാണ് അടുത്ത വർഷം പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും വിഷമിക്കേണ്ട. ഇപ്രാവശ്യം ആർക്കെങ്കിലും കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അടുത്ത വർഷം കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ സ്പോട്ട് എവിടെയാണെന്ന് ഇനിയും മനസ്സിലാക്കാത്തവർ ഒന്നുകൂടെ ഞാൻ പറയുകയാണ്. ഇത് കോട്ടയം ജില്ലയിലെ കുറ്റിക്കൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. കോട്ടയം ജില്ലയിലെ പാമ്പാടി, സൗത്ത് പാമ്പാടിയിലെ കുറ്റിക്കലെ തോടാണ്. കുറ്റിക്കൽ തോടിലാണ് ഈ സംഭവം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കുറ്റിക്കൽ ടൗണിൽ നിന്ന് ജസ്റ്റ് തോട്ടിറങ്ങുമ്പോഴേക്കുമാണ് ഈ സ്പോട്ട് വരുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഈസി ആയിട്ട് വരാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ലൊക്കേഷൻ കൂടെ ഒന്ന് പിൻ ചെയ്തിട്ടേക്കാം. അപ്പോൾ അടുത്ത വർഷം ഇതിലും മനോഹരമായിട്ടുള്ള പരിപാടി ഓർഗനൈസ് ചെയ്യുമെന്നാണ് ഇതിന് സംഘാടന സമിതിക്കാർ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് അടുത്ത പ്രാവശ്യം ഇതിന് നല്ലൊരു കാര്യം പ്രതീക്ഷിക്കാം. അപ്പം നമ്മുടെ ചാനലിന്
നിങ്ങളൊന്ന് സപ്പോർട്ടില്ല, ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോസായിട്ട് ഇനിയും കാണുന്നതായിരിക്കും. ദിസ് ഇസ് മീ അഖിൽ സൈനിങ് ഓഫ്.